നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ ആദ്യം വിളിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണ്. ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വിളിച്ച് എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകി എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി തിരിച്ച് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിന്റെ എല്ലാ സഹായങ്ങളും വയനാടിന് കിട്ടണമെന്നാണ്. അവസാനമായി രാഹുൽ ഗാന്ധി ഇവിടെ സന്ദർശനം നടത്തിയപ്പോഴും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടണമെന്നും അത് മുഖേന കേന്ദ്രത്തിന്റെ എല്ലാ പാക്കേജും ഇവർക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ വഴിയും തേടണമെന്നുമാണ്. എല്ലാ രീതിയിലുള്ള സഹകരണവും ഉണ്ടാകുമെന്ന് മാത്രമല്ല, പാർലമെന്റിൽ ഇത് അതിശക്തമായി തന്നെ ഉന്നയിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനോട് ഈ വിഷയം അതിശക്തമായി തന്നെ ഉന്നയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു. അന്നും സുരേഷ് ഗോപി പഴമുഴുങ്ങി തന്നെ ഇരിക്കുകയായിരുന്നു. ഇന്നും അതിശക്തമായിട്ട് രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചപ്പോഴും സുരേഷ് ഗോപിക്ക് സ്ഥിരം ഭാവം തന്നെ, പഴം പുഴുങ്ങി ഭാവം തന്നെയാണ്. അദ്ദേഹം ഇന്ന് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും വേണ്ട പാക്കേജുകൾ അനുവദിക്കണം എന്നൊക്കെ അദ്ദേഹം പാർലമെന്റിൽ പറയുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം അവിടെ പ്രസംഗിച്ചതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം. സർ, സഹോദരിക്കൊപ്പം ഏതാനും ദിവസം മുമ്പ് ഞാൻ വയനാട് സന്ദർശിച്ചിരുന്നു. വയനാട്ടിലുണ്ടായ ദുരന്തവും വേദനയും ഞാൻ നേരിട്ട് കണ്ടതാണ്. മരണസംഖ്യ 400 കടക്കുമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ എല്ലാ വിഭാഗങ്ങളും വിവിധ ആശയങ്ങൾ പിന്തുടരുന്നവരും ഒന്നിച്ചു നിന്ന് ഈ ദുരന്തത്തെ നേരിടുന്നു എന്നത് വലിയ കാര്യമാണ്. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം അതിശക്തമായിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാവുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ളത് ഉൾപ്പെടെ സഹായം വേണം. വയനാട്ടിലെ അവസ്ഥ നേരിട്ട് കണ്ടതാണ് സർ. മിക്ക കുടുംബങ്ങളിലും 1 or 2 ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വയനാടിൻ്റെ പുനരുദ്ധാരണത്തിനായി സഭയിലെ എല്ലാവരും സഹകരിക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. രാഹുൽ ഗാന്ധിക്ക് അത് പറയാൻ കഴിയുമല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം എന്താണെന്ന് അറിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് ആ വയനാട് വരെ ഒന്ന് വരാനോ അവരെ ആശ്വസിപ്പിക്കാനോ ഒന്നും ഈ സമയം വരെ തയ്യാറായിട്ടില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കൊക്കെ അഭിമാനമായി, രാജ്യത്തിൻ്റെ ശബ്ദമായി അവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങൾ വേറെ ലെവലാണ്. മാത്രവുമല്ല, ഇത്തരത്തിലൊരു കാര്യം അവിടെ ഉന്നയിക്കുമ്പോൾ എന്താണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സമീപനം? തീർത്തും ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. തുടക്കം മുതൽ തന്നെ ഈ വയനാട് വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന സമയം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടലുകൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പറ്റിയൊരു പാകപ്പിഴവ്, അതുമൂലം വലിയൊരു ദുരന്തമുണ്ടാകുന്നു. 400-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഇപ്പോഴും ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴും കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത്? അവരുടെ സ്ഥിരം പരിപാടി വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അന്ന് ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്, അത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അതിന് പിന്നാലെ കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് നടത്തി ഒരു വ്യാജ പ്രചരണം. അതായത് ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടാകാൻ കാരണം അവിടെ ഒരു അനധികൃത ഖനനം നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ ആ മുണ്ടക്കയിലൊക്കെ ആളുകളൊക്കെ ഈ അനധികൃതമായിട്ട് കുടിയേറി പാർത്തവരാണ്. അതുകൊണ്ടാണ് ഈ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായത്. രാഷ്ട്രീയക്കാരൊക്കെ ഇതിനൊക്കെ കൂട്ടുവെക്കുമായിരുന്നു ഈ ഖനനമൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് എന്ന രീതിയിലാണ് ഒരു കേന്ദ്രമന്ത്രി സംസാരിച്ചത്. നമുക്കറിയാമല്ലോ, മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും ഒക്കെ കുടിയേറി പാർത്തവരാണ് അവർ. അപ്പോൾ മരിച്ചുപോയ ആളുകളെ കൂടി ആക്ഷേപിക്കുകയാണ്. ആശ്വസിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോഴും ആ വിഷയത്തിൽ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്ന എത്ര നികൃഷ്ടമായ ഒരു പ്രതികരണമാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്നാൽ ഈ അവസരത്തിലൊന്നും സുരേഷ് ഗോപി അത് തിരുത്താൻ തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ നിന്നൊക്കെ പോയത്. എവിടെ അവതരിപ്പിച്ചു? ഒരു കുന്തം അവതരിപ്പിച്ചില്ല. പിന്നെ ഉണ്ടായല്ലോ നിരവധി പല പ്രതികരണങ്ങളും പല ആളുകളുടെ ഭാഗത്തുനിന്ന്. അതായത് കേന്ദ്രം സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇവർ സഹായിക്കാൻ പോകുന്നതെന്ന് ഒട്ടും കരുതി പോലുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തൻ്റെ ഇടം കൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ഒരു ദുരന്തമുഖത്തെ നേരിട്ടുള്ള ഏകോപനം കൊണ്ടും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി പറ്റാവുന്ന അത്രയും ആളുകളെയൊക്കെ രക്ഷിച്ചെടുത്തപ്പോൾ ഇപ്പോൾ പറയുകയാണ്, ഇത് ജോർജ് കുര്യൻ്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നടന്നു. പക്ഷേ ജോർജ് കുര്യൻ ഈ ക്യാമറയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ ഫോട്ടോഷൂട്ട് പരിപാടിയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജോർജ് കുര്യൻ പിന്നിൽ നിന്നാണ് കളിച്ചതെന്ന് ആലോചിച്ച് നോക്കണേ. അല്ലെങ്കിലും എന്ത് പരിപാടി നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി ഇങ്ങനെ ചില
ഗിമ്മിക്ക് നമ്പറുമായി BJP എപ്പോഴും രംഗത്ത് വരുമല്ലോ. നമ്മൾ കണ്ടതാണല്ലോ. അതായത് തളിപ്പറമ്പിൽ നിഖില എന്ന് പറയുന്ന നടി നിഖില വിമൽ ഡിവൈഎഫ്ഐയുടെ അവരുടെ കളക്ഷൻ പോയിന്റിൽ നിന്ന് വയനാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്യുകയാണ്. ആ ദൃശ്യങ്ങൾ എടുത്തിട്ട് ഇതാ BJPയുടെ ഓഫീസാണ്, ഞങ്ങളുടെ RSSന്റെ മുത്താണ് നിഖില എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. മണ്ണിലിറങ്ങി അല്ലെങ്കിൽ ഇത്തരം ദുരന്തമുണ്ടാകുന്ന ഇടങ്ങളിൽ ഇറങ്ങി ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അല്ലെങ്കിൽ അതിനുവേണ്ടി തുനിയില്ലെങ്കിലും ഇങ്ങനെ വ്യാജ പ്രചരണം ഇറക്കി നടക്കാൻ ഇവരെ കഴിഞ്ഞേ ആളുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ മണ്ണിൽ, ആ ദുരന്ത ഭൂമിയിൽ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം എഴുന്നള്ളും എന്ന് ഒക്കെ വലിയ രീതിയിലുള്ള ഗീർവാണോ കടിച്ചിരുന്നല്ലോ. ഈ സമയം വരെ അദ്ദേഹം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചു. 2 ലക്ഷം രൂപ മരിച്ചവർക്ക്, പരിക്കേറ്റവർക്ക് 50,000 രൂപ. പെട്ടിമുടിയിൽ പ്രഖ്യാപിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതായത് എന്ത് പ്രഖ്യാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും പ്രഖ്യാപിച്ചു എന്ന് പറയണം പറ്റും. എന്നാൽ സംസ്ഥാന സർക്കാരിനെ നോക്കൂ, സംസ്ഥാന സർക്കാർ ഇതുവരെ ഉണ്ടായ ദുരന്തങ്ങളിലൊക്കെ എന്തൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതൊക്കെ നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ടെന്നേ. എന്നിട്ട് ആ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങളും ആ പുനരധിവാസത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തികളും ഒക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് നടക്കാൻ ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അതിശക്തമായ ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട്. എന്തായാലും ഒറ്റക്കെട്ടായി തന്നെയാണ് 19 MP-മാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ വയനാടിന് വേണ്ടി ശബ്ദമുയർത്തുന്നത്. അവിടെ ഒരു രീതിയിലുള്ള ശബ്ദവും ഉയർത്താതെ ഈ സുരേഷ് ഗോപി നിലയുറച്ച് നിൽക്കുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ട തൃശ്ശൂരുകാരെ, നിങ്ങൾക്ക് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല എന്ന് തന്നെ പറയുകയാണ്. ഇത്തരമൊരു സംഭവം തൃശ്ശൂരിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ മുതലൊക്കെ ഏതൊക്കെ രീതിയിൽ ഇടപെടൽ നടത്തും എന്ന് നമുക്കറിയാം. ഇപ്പം ഏകദേശം ഈ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി ആയിരുന്നിട്ട് പോലും 6-ാം ദിവസമാണ് വയനാട്ടിലേക്കൊന്ന് കാലുകുത്തിയത് തമ്പ്രാൻ. എന്നിട്ട് വല്ല ഗുണവും ഉണ്ടായോ? ഒരു ഗുണവും ഉണ്ടായില്ല. തിരിച്ചുപോയി, അന്ന വഴി തന്നെ തിരിച്ചുപോയി. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിന് വേണ്ടി വല്ലാത്തൊരു കൈത്താങ്ങായി മാറും എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് വലിയൊരു പണിയായി മാറുകയാണ് ഈ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ശബ്ദമുയർത്തേണ്ട ഒരാൾ, കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരാൾ. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, നിങ്ങൾ എന്നെ രാഷ്ട്രീയക്കാരനായിട്ടൊന്നും കാണരുത്. എനിക്ക് കേരളത്തിൻ്റെ വികസനമാണ്, കേരളത്തിൻ്റെ കരുതലാണ്, കേരളമാണ് എനിക്കെല്ലാം എന്നൊക്കെ പറഞ്ഞു നടന്ന സുരേഷ് ഗോപി ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ആ കരുതലും ആ സംഗതിയുമൊക്കെ എന്തായിരുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ. വെറും അഭിനയം മാത്രമായിരുന്നു അതെന്ന് നമ്മളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കണം. ഇന്ന് 9-ാം ദിവസമായി. ഈ 9 ദിവസമായിട്ടും ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് പറഞ്ഞ് വേണ്ടതൊക്കെ ഇങ്ങോട്ട് എത്തിക്കാമല്ലോ, അല്ലെങ്കിൽ വേണ്ട രീതിയിലൊക്കെ അത് കൈകാര്യം ചെയ്യാമല്ലോ. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമല്ലോ. അദ്ദേഹം ഇവിടുന്ന് ആദ്യമായിട്ട്, അത് BJPക്ക് ആദ്യമായിട്ടൊരു MP കിട്ടിയിരിക്കുകയല്ലേ കേരളത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പറയാമല്ലോ എനിക്കത് വേണം എന്ന്, അദ്ദേഹത്തിന് ശബ്ദമുയർത്തി സംസാരിക്കാമല്ലോ. എവിടെ? അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല. സുരേഷ് ഗോപിക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയം കാണുമ്പോൾ പറയാൻ പറ്റൂ. ഈ സംഭവം നടന്ന ശേഷമുള്ള എല്ലാ ദിവസവും പാർലമെന്റിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ബാക്കി 18 UDF MP-മാർ, ഇവരൊക്കെ ശബ്ദമുയർത്തിയിട്ടും സുരേഷ് ഗോപി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷരം ആരെങ്കിലും പാർലമെന്റിൽ സംസാരിച്ച് കണ്ടോ? കണ്ടു കാണാനൊരു സാധ്യമല്ല. സംസാരിച്ചാലല്ലേ കാണാൻ പറ്റൂ. ഇനി രാജ്യസഭയിലോ? രാജ്യസഭയിൽ ഇതുപോലെ തന്നെ UDF-ന്റെയും LDF-ന്റെയും MP-മാർ ഒരേ സ്വരത്തിൽ വയനാടിന് വേണ്ടി ശബ്ദമുയർത്തി. ഏതെങ്കിലും BJPയുടെ MP-മാർ തിരിച്ച് അനുകൂലമായി അവർ ഒരു ശബ്ദമുയർത്തി കേട്ടോ? പ്രതികൂലമായ ശബ്ദം മാത്രമാണ് അവിടെ നമ്മൾ ഉയർന്നു കേട്ടത്. അപ്പോൾ എന്തായാലും നാടിനൊരാവശ്യം വരുമ്പോൾ, നാട്ടുകാർക്കൊരാവശ്യം വരുമ്പോൾ, ഒരു ദുരന്ത ഘട്ടം വരുമ്പോൾ ആരൊക്കെയാണ് നമുക്കൊപ്പം ഉണ്ടാവുക എന്ന് നമ്മൾ കാണിച്ചു തരികയാണ്. എന്തായാലും ഇതൊക്കെ ഓരോ തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി ഉള്ള ഒരു പാഠപുസ്തകമായി കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇറങ്ങി വരാൻ ഒരു സർക്കാർ കേരളത്തിനുണ്ട്. ആ സർക്കാരിനെ വേണ്ട രീതിയിലൊക്കെ സഹായിക്കാൻ ഒരു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവുണ്ട്. എന്നാൽ ഈ രാജ്യത്തെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന കെടുതികളിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ, ജനങ്ങൾക്ക് കരുതലായി മാറാൻ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവും ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണം ഓരോ വിഷയങ്ങളിലും ഇടപെടാനും, ഇങ്ങനെ തന്നെ വേണം രാഷ്ട്രീയം മറന്ന് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കൈകോർക്കാനും.